അയച്ചിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മക്കളെ, പറയോ? അഖീദയിലെ 10ാമത്തെ പാഠം. ടോട്ടൽ എത്ര പാഠമാണ് മക്കൾ അഖീദയിലുള്ളത്? 13. ഷെയ്യാത്തുന്നത് 10ാമത്തെ പാഠം അല്ലേ? 10ാമത്തെ പാഠം. അപ്പൊ ഈ 13 പാഠത്തിലെ 3 പാഠം 10ാമത്തെ പാഠം നമ്മൾ പറഞ്ഞില്ലേ? നമുക്ക് 11, 12, 13 പാഠങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ? അപ്പൊ അതും പാടെ ചർച്ച ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചർച്ച ചെയ്തിട്ട് ആക്കിയത് നമുക്ക് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ നാളെയും കൂടി ആക്കിയതുണ്ടാവും, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവസാനിപ്പിച്ച് ഫിഖ് എടുക്കണം അല്ലേ? ഫിഖിന് മുമ്പ് ഫിഖ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലിസാനിൽ കുറച്ച് ലാസ്റ്റിക് ആണെങ്കിൽ ലാസ്റ്റിക് ആക്കാം അല്ലേ? നമുക്ക് ഫിഖും കൂടി ചർച്ച ചെയ്യാനുണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ബാക്കി പാഠഭാഗം നോക്കാം അല്ലേ? അതല്ല നല്ലേ? ഓക്കെ. അഖീദയിലുള്ള 11, 12, 13 പാഠം നമുക്ക് നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ പാഠങ്ങളുണ്ട്. പാഠത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം കേട്ടോ. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേ കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കണേ. കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഈ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഇതെന്താണ്? പാഠം 11. ഏതാണ്? അൽ ബിദ്അത്തു അല്ലേ? ഓക്കെ. ഈ പാഠഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് വായിക്കാണ്. പിന്നെ ഉണ്ടോ, ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടില്ലേ? നമ്മളെ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയ ശേഷമാണ്, അള്ളാഹു താല പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് അല്ലേ? അപ്പോൾ നീണ്ട 23 വർഷത്തിന്റെ കാലയളവിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് നമ്മൾ പറഞ്ഞു അല്ലേ? അതിലൂടെ ഒരുപാട് ശരീഅത്തിന്റെ നിയമങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നബി തങ്ങൾക്ക് അവസാനം ഖുർആനെല്ലാം സമ്പൂർണ്ണമാക്കി, ദീനിനെ പരിപൂർണമാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമ്പൂർണമാക്കിയ ദീനിനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നബി തങ്ങൾ ഈ ലോകത്തോട് എന്ത് ചെയ്യുന്നത്, വിട പറയുന്നത് അല്ലേ? അപ്പൊ അല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമാക്കിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. അതിന് തെളിവായിട്ട് എങ്ങനെ മക്കളെ കേൾക്കുന്നില്ലേ? ഇല്ല. കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് അല്ലേ? എന്താ മക്കളെ? കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്ക്, ഈ സൂറത്ത് മാഇദയിലെ ഈ ഒരു ആയത്ത് കണ്ടോ? ഇത് ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കി എന്ന് അറിയിക്കുന്ന ഒരു ആയത്താണ് അല്ലെ? ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല, മുത്തനബിയാണ് അവസാനത്തെ പ്രവാചകൻ. ഇനി ഖിയാമത്ത് നാൾ വരെ മുത്തനബിയുടെ മുഅ്ജിസത്തായി നിലനിൽക്കുന്നത് അവിടത്തേക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ആ വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ചാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കണം അല്ലെ? ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് നബിയുടെ ശരീഅത്താണ്. 1400 വർഷങ്ങൾ കഴിഞ്ഞു അല്ലെ? അപ്പൊ ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാതെ ഇന്നും ആ പരിശുദ്ധ ഖുർആന് നിലനിൽക്കുന്നു. ആ ഹബീബ് പഠിപ്പിച്ച ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പോഴും ആ നിയമങ്ങൾ അനുസരിച്ച് പണ്ഡിതന്മാരെ മദ്ഹബിന്റെ ഇമാമിയങ്ങളും വിശ്വാസപരമായ കാര്യങ്ങള് പിന്നെ ആ ഇമാമിയങ്ങളൊക്കെ ക്രോഡീകരിച്ച് തന്ന അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഖിയാമത്ത് നാൾ വരെ ഉള്ള എന്തെന്നെയാണ് ഈ ശരീഅത്ത് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഈ ഇസ്ലാമിനെ മാക്കി ഇറക്കിയ ആയത്ത് ഇത് പൂരിപ്പിക്കാൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിന്റെ അർത്ഥവും ചിലപ്പോൾ ചോദിക്കും. ഓക്കെ. ഈ ആയത്തൊന്ന്
കാണുന്നുണ്ടല്ലേ? ഈ ആയത്തൊന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയേ, ഒന്ന് ഓതി നോക്കിയേ. അൽ യൗമ അക്മൽതു ലക്കും ആ അതിന്റെ അർത്ഥം ചിലപ്പോൾ അതും ചോദിക്കാറുണ്ട്. അപ്പൊ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കി വെക്കണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ, എന്താണത്? നിങ്ങളുടെ മതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോ അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ മക്കളെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കാരണം ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് ചിലപ്പോൾ അത് പൂരിപ്പിക്കാണ്ട്, അതിന് പൂരിപ്പിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആയത്ത് എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടോ. അല്യവുമ ഇത് നമ്മൾ താരീഖിലും അല്ലെ അവിടെ എവിടെയോ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 2-3 സ്ഥലങ്ങളിൽ വന്ന ആയത്തായതുകൊണ്ട് ഇത് വരാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പൊ ആയത്ത് മനസ്സിലാക്കിയത് നോട്ട് ചെയ്യണം കേട്ടോ. ഉസ്താദ് പോയിന്റ് നിങ്ങൾക്ക് എഴുതി വിട്ട് ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നു. നിങ്ങളതൊക്കെ എഴുതി എടുത്തിട്ടുണ്ടോ മക്കളെ? എഴുതി എടുക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാരോ, ഈ അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യുകയും അതെങ്കിലും ചെയ്യണം കേട്ടോ. എന്തിനാ അങ്ങനെ ചെയ്യണത്? നമുക്ക് ആ ഭാഗം മാത്രം ആ പാഠത്തിൽ വായിച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേഗം വായിച്ചു പോയാൽ മിക്കവാറും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഉപകാരവും പരീക്ഷേന്റെ സമയത്ത് കേട്ടോ. എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്യുകയെങ്കിലും ചെയ്യണം. എന്നാൽ എന്ത് ചെയ്യും, നമുക്കത് വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഉന്നത മാർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞിട്ടോ, അത് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വാർത്ത ഖുർആന്, സുന്നത്ത്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന, ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് പറയുക. അത് കുറ്റകരവും ഒഴികെ. പിന്നെ അത് പറഞ്ഞ കാര്യം മനസ്സിലായ മക്കളെ? പറഞ്ഞ മനസ്സിലായല്ലോ. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന വിഷയം തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം എന്താ അറിയോ, ഈ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം അതായത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതില് വിധേയത്തിനെ കുറിച്ച് 2-3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അടുത്ത പേജൊക്കെ നോക്കതാ. ഈ പേജിൽ കണ്ടോ നിങ്ങൾ, ഈ വിധേയത്ത് എന്നുള്ള പാഠത്തിന്റെ അവസാനത്തെ ഈ പാരഗ്രാഫാണ് ഞാൻ ആദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടോ നോക്കുക. കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ യെസ് പറയൂ. യെസ് കാണുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കട്ടെ, ഈ പാഠത്തുനിന്ന് ഈ അവസാന ഭാഗത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം വന്നതാണ്, മനസ്സിലാക്കേണ്ട പോയിന്റുമാണ്. അതായത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം എന്തെന്ന് പറയും? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ പേജ് കണ്ടോ? ആ പേജില് എന്താണ് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഒന്നുകൂടി പറയട്ടെ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ വിധേയത്ത് ഭാഷാർത്ഥ പ്രകാരം എന്താ പറഞ്ഞത്? ഭാഷാർത്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് എന്ന ആ വാക്കിന്റെ അർത്ഥം എന്തിനാണ് പറയുക എന്ന്. അപ്പൊ ആ ഭാഷാർത്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചിലപ്പോ നമ്മളെന്താ പറയാ, പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ പറയപ്പെടും. ബിദ്അത്ത് പറയപ്പെടും. മനസ്സിലായല്ലോ? അപ്പോ ഭാഷാർത്ഥ പ്രകാരം എന്താണ് ബിദ്അത്ത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതല്ല, അവരുടെ കാലത്തുള്ള സഹാബത്ത് ചെയ്തിട്ടില്ല, ഉണ്ടായ നബിതങ്ങൾ വഫാത്തതിന് ശേഷം എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയാം, നമ്മളെ ആ കാലഘട്ടത്തിലുള്ളത് പോലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ മദ്രസ കെട്ടിടങ്ങൾ, പള്ളികളൊക്കെ അതേപോലെയാണുള്ളത്. ഇന്നത്തെ കാലത്ത് ആണോ? അല്ല. അതേപോലെ പിന്നെ നബിതങ്ങളുടെ കാലത്തുള്ള ആ കാലഘട്ടത്തിലെ അറബികൾ ഉപയോഗിച്ച ഖുർആനിലെ ഫത്ഹ്, കസ്റ്, ഹർക്കത്തുകളോ സുക്കൂനുകളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിൽക്കാലത്തുണ്ടായതാണ്. യത്തീം ഖാനകള്, മദ്രസകള്, ഇന്ന് കാണുന്ന അറബി കോളേജുകൾ, ഇതൊന്നും ആ കാലഘട്ടത്തിലില്ല. അപ്പൊ അതൊക്കെ ബിദ്അത്തുകളാണ് അല്ലെ? എന്നാല്
വിദേഹത്ത് എല്ലാ വിദേഹത്തുകളും തള്ളപ്പെടേണ്ടതാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. വിദേഹത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം എന്നാണ് വാക്കിന്റെ അർത്ഥം നമ്മൾ പറയല് അല്ലെ. പക്ഷെ ഭാഷാർത്ഥ പ്രകാരം നബിതങ്ങളുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അഖീദയിലെ ഭാഷയിൽ എന്ത് പറയും? വിദേഹത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കാണ് ഭാഷാർത്ഥ പ്രകാരം വിദേഹത്ത് എന്ന് പറയാട്ടോ. അതനുസരിച്ച് വിദേഹത്ത് എത്ര വിധമുണ്ട്? അപ്പൊ വിദേഹത്ത് എത്ര വിധമുണ്ടെന്ന് ചോദിക്കും. എത്ര വിധമാണ്? ഏതൊക്കെയാണ് രണ്ട് വിധം? ഏതൊക്കെ വിദേഹത്തുകളാണ്? വലാല അല്ലെ? വലാല. ഇനി അതിന് ശേഷമുള്ളത് ഗ്രൂപ്പിൽ ശ്രദ്ധിക്കാറില്ലേ? ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ടല്ലോ അഖീദയാണ്. ആ 11ാമത്തെ പാഠം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 11ാമത്തെ പാഠത്തിലുണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, നമ്മളെ സമയം ഇങ്ങനെ പോട്ടും. നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. ആകെ 2 ആഴ്ച കറക്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ഫിഖും ചർച്ച ചെയ്യണം. ശേഷം ലിസാനിലെ ഭാഗം ചർച്ച ചെയ്യണം. അതും കൂടി നമുക്ക് ചർച്ച ചെയ്യണം. ലിസാനോട് നോക്കണ്ടേ? ഒരാളുകൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് നോക്കുമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടല്ലോ, സമയം നമുക്ക് വിലപ്പെട്ടതാണ്. 1 മിനിറ്റാണ് 1 മിനിറ്റ്, 1 സെക്കൻഡ് ഒക്കെ വിലപ്പെട്ടതൊന്നും കളയല്ല. ബിദ്അത്തിന്റെ ഭാഷാർത്ഥ പ്രകാരമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം, അവിടെ നോട്ടിയാണ് വിദേഹത്ത് പറഞ്ഞാൽ അതിന്റെ ഒറ്റയ്ക്ക് വിദേഹത്തിന് നമുക്ക് നിർവചനം പറയാനില്ല. വിദേഹത്ത് വലാലത്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? അതാണ് നമ്മൾ പറയാൻ പോണത്. ഭാഷാർത്ഥ പ്രകാരം എന്താന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം വിദേഹത്ത് എന്ന് പറയപ്പെടും. അപ്പൊ നബിത്തങ്ങളുടെ ശേഷം ഉണ്ടായ നല്ല കാര്യങ്ങളുണ്ടാവും, ചീത്ത കാര്യങ്ങളുണ്ടാവും അല്ലെ? ചീത്ത ആചാരങ്ങളും നല്ല ആചാരങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഭാഷാർത്ഥ പ്രകാരമുള്ള വിദേഹത്ത് അനുസരിച്ച് വിദേഹത്ത് എത്ര വിധമുണ്ട്? വിദേഹത്ത് എത്ര വിധമുള്ളത്? കണ്ടോ? 2 വിധമുണ്ട്. ഒന്നാമത്തെ വിദേഹത്ത് എന്താണ്? അപ്പൊ നല്ല വിദേഹത്തിന് ഹസന എന്ന് പറയും. നല്ല ആചാരങ്ങളൊക്കെ ആണെങ്കിൽ വിദേഹത്തിന് ഹസന എന്ന് പറയും. ചീത്ത ആചാരങ്ങളാണെങ്കിൽ വിദേഹത്ത് വലാല എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാല്, പഴയ കാലത്ത് ഇസ്ലാം ഇങ്ങനെ പ്രചരിക്കുന്ന സമയത്തൊന്നും അവർക്ക് അറബികൾക്ക് ഫത്വയും കസറും ലൊമ്മിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഹർക്കത്തും പുള്ളിയിലെങ്കിലും അവർ വായിക്കും. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഖുർആനില് ഹർക്കത്തുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമി ലോകത്തൊട്ടാകെ വ്യാപിച്ചു അല്ലെ? അപ്പൊ എല്ലാവരും അറബികളല്ല, പല ആളുകളും അനറബികളാണ്. അപ്പൊ ഈ അറബി ഭാഷയിലാണല്ലോ ഖുർആൻ ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓതാൻ സുഗമാകാൻ വേണ്ടിയൊക്കെ എന്താക്കി? ഹർക്കത്തും പുള്ളിയൊക്കെ പിൽക്കാലത്ത് വന്നു. അത് നല്ല ആചാരാണോ? ബിദഅത്തുൻ ഹസനത്താണോ? ബിദഅത്തുൻ വലാലത്താണോ? അത് നല്ല. അതേപോലെ പഴയ കാലത്ത് മരുഭൂമിയിലൊക്കെയാണ് പോലെ ജീവിതത്തില്. അവിടെയൊക്കെ മരുഭൂമി സിസ്റ്റാണ്, അല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. എന്നാലും അന്നൊക്കെ പള്ളികള് അല്ലെ, ഈത്തപ്പന മടലുകൊണ്ട്, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ് അങ്ങനെയൊക്കെ രീതിയിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, ഒരുപാട് ആളുകളെ കൂടി. അപ്പൊ 2 നിലയിലും 3 നിലയിലൊക്കെയുള്ള വാർപ്പിന്റെ പിന്നെ നല്ല നല്ല പള്ളികൾ ഉണ്ടാക്കി. അതേപോലെ അന്നത്തെ കാലത്ത് പഠിക്കാൻ പള്ളിയുടെ ചെരുവിലൊക്കെ ഉപയോഗിച്ചില്ല അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടോ. പക്ഷെ ഇന്നെന്തായി? നല്ല നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കി, മദ്രസകള്, യതീംഖാനകൾ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ചിലപ്പോൾ യതീംഖാന ഉണ്ടാവില്ല. കാരണം പാവപ്പെട്ട കുട്ടികള്, മാതാപിതാക്കള് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപ്പ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കി ഇപ്പത്തെ കാലത്ത് ഉണ്ടാക്കിയതാണെന്ത്? യതീംഖാനകൾ. അത് അന്നത്തെ കാലത്തുണ്ടോ? അതെ, ഇന്നത്തെ യതീം കുട്ടികളെ പരിപാലിച്ച ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള യതീംഖാനകളോ അല്ലെങ്കിൽ അറബി കോളേജുകളോ ഒന്നും ചിലപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അത് നബിതങ്ങളുടെ ശേഷം ഉണ്ടായ കാര്യല്ലേ? ഓക്കെ. അപ്പൊ അത് ഏത് വിധേയത്തിലാ പെടുക? വിധേയത്ത് വലാലത്താണോ ഹസനത്താണോ? എന്നാല് അതേപോലെ തന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ ഈ നമ്മൾ മഹാന്മാരെ മക്കാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്യും അല്ലെ?
അതുപോലെ അവരുടെ ആണ്ടനുസ്മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ സ്മരിക്കും. കാരണം സ്വാലിഹ്യങ്ങളെ സ്മരിക്കൽ ഇബാദത്താണെന്ന് പഠിപ്പിച്ചും അതാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ മഹാന്മാരെ എന്ത് ചെയ്യും? അവരുടെ നിബിത്തങ്ങളുടെ ജന്മദിനം തന്നെ ആഘോഷിക്കാറില്ലേ? അതെന്താണ്? നിബിത്തങ്ങളുടെ അവദാനങ്ങൾ പാടി പറയാണ്. നിബിത്തങ്ങളുടെ കാലത്ത് തന്നെ നിബിത്തങ്ങളുടെ സന്നിധിയിൽ വെച്ചിട്ട് കാബിബിന് സുഹൈർ റളിയല്ലാഹു നേട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. എന്നിട്ട് നിബിത്തങ്ങളുടെ തോളിലുണ്ടായിരുന്ന ഷാള്, അതിന് ബുർദ എന്ന് പറയാം, അത് എടുത്തിട്ട് എന്തായി ആ സ്വഹാബിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നബിതങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നബിതങ്ങൾ മത് പറഞ്ഞ ആളുകളുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും നമ്മൾ നബിദിനൊക്കെ ആഘോഷിച്ച് നബിതങ്ങളുടെ മധു പാടി പറയും. ഇത് ബിദഅത്തുൽ ഹസനത്താണോ ലലാലത്താണോ? അപ്പൊ നബിതങ്ങളുടെ ആ രൂപത്തിലല്ലെങ്കിലും വേറെ വേറെ വിധങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ബിദഅത്തുൽ ഹസനകളുണ്ട്. എന്നാലേ ഇപ്പൊ ഒരു പുതിയങ്ങാടി നേർച്ച പറഞ്ഞ നേർച്ച, അവിടെ ഒരു ആനകളൊക്കെ കൊടുത്തിട്ട് ആളുകൾ കൂടിയപ്പോ എന്താ ആന ചവിട്ടിയിട്ട് ആന തുമ്പിക്കൊണ്ട് എറിഞ്ഞൊരാൾ മരിച്ചു, അങ്ങനെ ഒരു ന്യൂസ് കേട്ടിരുന്നോ? അതൊരു മഹാന്റെ മക്കാമിന്റെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ചല്ലുണ്ടായത്. അപ്പൊ അത് വിദേഹത്തിന് ഹസനത്താണോ വിദേഹത്തിന് ലലാലത്താണോ? വിദേഹത്തുൽ വലാലത്ത്. അപ്പൊ അതിന് പണ്ഡിതന്മാർ ഉത്തരവാദികളാവോ? അത് അവിടുത്തെ നാട്ടുകാരോട് ആൾക്കാർ നല്ല നമ്മളെ പണ്ഡിതന്മാരൊക്കെ എതിർത്തിട്ടും അവിടെ ഒരു സംഘം ആളുകളുണ്ട്. അവരെന്ത് ചെയ്യാണ്? അവിടെ ആചാരമായിട്ട് കുറെ കാലങ്ങളായിട്ട് ആരോ തുടങ്ങി വെച്ച അതില് മുസ്ലിമീങ്ങളെ പേരുള്ളവരും മുസ്ലിമീങ്ങൾ അല്ലാത്തവരൊക്കെ ഉണ്ടായില്. അപ്പൊ അവര് നാട്ടുകാർ ഒരു ടീം ഉണ്ടാക്കിയാണ്ട് നടത്തുന്ന നേർച്ച, അതൊന്നും ഇസ്ലാമുമായി ബന്ധപ്പെട്ടല്ല. അത് ആ മഹാന്റെ കുറവായിട്ട് കൂട്ടാൻ പറ്റുമോ? ആ മഹാന്റെ പേരിൽ അവിടെ മൗലൂദ് ഓതുന്നുണ്ട്, അവരുടെ പേരില് അവിടെ ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, അവരുടെ പേരിൽ അന്നദാനം നടത്താം, ഇതൊക്കെ ചെയ്യാം. കാരണം മരിച്ചുപോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ മുത്തനബി എന്തായിട്ടുണ്ട്? മാംസം വാരി കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്വതക്കയുടെ ചെയ്തതായിട്ടൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ ഇതേപോലെ പിന്നെ ആചാരങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. അപ്പൊ നല്ല ആചാരാണെങ്കിൽ മാത്രമേ അത് ഇസ്ലാം അംഗീകരിക്കുള്ളൂ, അല്ലാത്തതൊക്കെ ബിദഅത്തുൽ ദലാലത്തിലാണ് പെടുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബിദഅത്ത് രണ്ട് തരമുണ്ട്. നബി തങ്ങളുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇപ്പൊ വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദഅത്ത് എന്ന് പറയും. അതില് ബിദഅത്ത് രണ്ട് വിധമാണ്. 11-ാം പാട്ടോ. അതില് നല്ല കാര്യങ്ങൾക്ക്, അതായത് ഖുർആന്, ഇനി ശേഷം പറയണ്ട കേട്ടോ, ഖുർആന്, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവക്ക് ആണ് ബിദഅത്തുൽ ദലാലത്ത് എന്ന് പറയുന്നത്. അവയോട് എതിരാകാത്ത എന്തേക്കാരം? ബിദഅത്തുൽ ഹസന. ചില ആളുകൾ സുന്നികള് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകൾ ഇങ്ങനെ ആണ്ടനുസ്മരണം നടത്തുന്നതിനെ മൊത്തത്തിൽ എതിർക്കും, ഈ ഒരു സംഭവം കാണിച്ചു കണ്ട്. പക്ഷെ ഇതിനെ നമ്മളെ ആളുകളെ, നമ്മളെ ആലിമീങ്ങളെ എത്രയോ എതിർത്താണ്. പക്ഷെ അവിടുത്തെ ചില നാട്ടുകാരുടെ പിടിവാശി കാരണത്താണ് ഇത്തരത്തിലുള്ള ചില ആളുകൾ ആനയെ എഴുന്നള്ളിപ്പിക്കുക, ചെണ്ട കൊട്ടുക, അതൊക്കെ നമ്മളെ സംസ്കാരത്തിൽ പെട്ടതുമല്ല. അത് അവിടുത്തെ നാട്ടിലെ ആളുകൾ കൂടിയിട്ട് ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ പണ്ട്. അപ്പൊ ചില ആളുകൾ അങ്ങനെ പറയും, അത് സുന്നികളാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനല്ല. സുന്നികൾ വിദേഹത്തുൽ ദലാലത്താണെങ്കിലും അതിനെ എതിർക്കുന്ന ആളുകളാണ്. വിദേഹത്തുൽ ഹസന മാത്രമാണ് നമ്മൾ അംഗീകരിക്കുക. മനസ്സിലായോ? യെസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ബിദഅത്ത് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ചോദിക്കണം. ഭാഷാർത്ഥ പ്രകാരം എന്ന് ചോദ്യ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദഅത്ത് എന്ന് പറയപ്പെടുന്നു പറയാം. പിന്നെ ചോദിക്കാറുള്ളത് ബിദഅത്ത് എത്ര വിധമാണ്? 2 വിധം. ഏതൊക്കെയാണ്? ബിദഅത്തുൻ ഹസന, അത് മറ്റൊന്ന് ബിദഅത്തുൻ വലാല. അതാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളോട് ചോദിക്കാറുള്ളത് ബിദഅത്ത് എന്നാൽ എന്ത് എന്ന് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ബിദഅത്തുൽ ദലാലത്ത് എന്ന് വ്യക്തമായി ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചാൽ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? അതായത് വിദേഹത്തുൽ ദലാലത്ത് എന്നാൽ എന്താണെന്ന് ചോദിക്കണത്.
വെറും മനസ്സിലായോ മക്കളെ? നിങ്ങളോട് ഓൺലി എന്താ ചോദിച്ചിട്ടുള്ളൂ? ബിദഅത്ത് എന്നാൽ എന്തെന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ ബിദഅത്ത് വലാലത്ത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് എന്തെന്നെയാണ്? ഖുർആന് പറയൂ. ഖുർആന് യെസ്, ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന, ഖിയാസ് എന്നല്ല ട്ടോ, ശ്രദ്ധിക്കണേ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായ ബിദഅത്ത് വലാലത്താണ്. നേരത്തെ നമ്മള് ഏതൊക്കെയാണ്? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഓർമ്മണ്ടോ? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അതൊക്കെയാണ്. ഖുർആന്, പ്രസ്താവന. അതല്ല, ഇവിടെ എന്താണ്, ഇവിടെ ചോദിക്കുന്നതാണ് വലാലത്ത് എന്ന് ചോദിക്കുമ്പോൾ, വിദേഹത്ത് വലാലത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഖുർആന്, സുന്നത്ത് എന്നിടത്ത് ഹദീസാട്ടോ. നമ്മള് ഈ പേജില് നേരത്തെ നമ്മളെ കണ്ടില്ലേ, ഇവിടെ സുന്നത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മള് ഇതിന്റെ തുടക്കത്തിൽ കണ്ടോ, ഈ വിദേഹത്ത് എന്നുള്ള പാഠത്തിന്റെ തുടക്കത്തിലെ പേജിൽ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അതെന്താ അറിയോ? അത് സാങ്കേതികമായിട്ടാണ്. അപ്പൊ സാങ്കേതികമായി വിദേഹത്ത് അഥവാ അനാചാരം എന്ന് പറയുന്നത് എന്തിനാണ്? നേരത്തെ നമ്മൾ കണ്ടത് വിദേഹത്ത് വലാലത്ത്. അപ്പൊ ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൺഫ്യൂഷൻ ആവരുത്. 3 സ്ഥലത്ത് 3 രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്, അല്ല 2 സ്ഥലങ്ങളിലും. അതായത് ഇവിടെ കണ്ടോ, സാങ്കേതികമായിട്ട്, ഈ സാങ്കേതികമായിട്ട് വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ? ഖുർആന്, സുന്നത്ത്, അത് കുറ്റകരവും വഴികേടുമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബിദഅത്ത് വലാലത്തിന്റെ മറ്റൊരു അർത്ഥമാണ് കേട്ടോ. അപ്പൊ രണ്ടും നിങ്ങൾ ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കണം, സാങ്കേതികമായിട്ട് ബിദഅത്ത് എന്നാൽ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം. എങ്ങനെയാ? ഖുർആന്, നേരത്തെ നമ്മൾ ഹദീസ് എന്നുള്ളത് ഇവിടെ സുന്നത്ത് എന്നല്ലേ? ഇവിടെ ഖുർആൻ കഴിഞ്ഞിട്ട് എന്താ കൊടുത്തുണ്ട്? സുന്നത്ത് അല്ലേ? കണ്ടോ, ഖുർആന് കഴിഞ്ഞ സുന്നത്ത്. ഇവിടെ നമ്മൾ നേരത്തെ ഈ വിദേഹത്ത് വലാലത്തിന്റെ കൊടുത്ത് എന്തേനി? ഖുർആന് കഴിഞ്ഞാല് ഹദീസ് എന്നുള്ളത്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ നോക്കിയിട്ട് എഴുതണം. ചോദ്യത്തിൽ നിങ്ങൾക്ക് സാങ്കേതികമായി വിദ്യാർത്ഥി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന, ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് അഥവാ അനാചാരം എന്ന് പറയുക. അത് കുറ്റകരവും വഴികേടുമാണ്. അപ്പൊ കുറ്റകരവും വൈകേടുമാണ് ഏത്? അത് അങ്ങനത്തെ വിദേഹത്തെ ആണെന്ന് ചോദിച്ചാല് വിദേഹത്ത് ഈ ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിദേഹത്ത് വലാല എന്ന് പറഞ്ഞില്ലേ, ആ വിദേഹത്ത് വലാല കേട്ടോ. ഓക്കെ മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ നിങ്ങളോട് എന്താ ചോദിക്കുക, സാധാരണ വിദേഹത്ത് എന്താണ് അല്ലെങ്കിൽ വിദേഹത്ത് വലാലത്തും ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഈ സാങ്കേതികമായിട്ടുള്ള വിദേഹത്താണ്. ഇത് രണ്ടും സെയിം തന്നെയാണ് സംഗതി കേട്ടോ. ഈ സാങ്കേതികമായിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭാഷാർത്ഥ പ്രകാരം വിദേഹത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം വിദേഹത്ത് എന്ന് പറയപ്പെടും അല്ലെ? അത് നോട്ട് ചെയ്യണം കേട്ടോ. ഭാഷാർത്ഥ പ്രകാരം ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ബിദഅത്ത് ദലാല എന്നല്ല, വെറും ബിദഅത്ത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കല് ബിദഅത്ത് ദലാലത്ത് എന്നാണ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ബിദഅത്ത് ദലാലത്ത് എന്നാൽ എന്ത്, അല്ലെങ്കിൽ വെറും ബിദഅത്ത് എന്ന് മാത്രം ചോദിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ ഈ വരിയത്തെ ഈ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അതായത് ഖുർആന്, ഹദീസ്, എല്ലാരും കൂടി ഇങ്ങനെ ആക്കും പോലെ പറയുമ്പോൾ നമ്മൾ സമയം പോട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങള്
ഭാഷാർത്ഥ പ്രകാരം ബിദഅത്ത് എന്താന്ന് പഠിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദഅത്ത് എന്ന് പറയപ്പെടും. പിന്നെ ബിദഅത്ത് എത്ര വിധമാണെന്ന് പറഞ്ഞു? 2 വിധമാണ്. ബിദഅത്തുൻ ഹസനുണ്ട്, ബിദഅത്തുൻ ളലാലത്തുൻ, 2 വിധമാണ്. പിന്നെ ഇനി നിങ്ങളോട് ചോദിക്കാൻ കൂടുതൽ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ബിദഅത്ത് എന്നാൽ എന്ത്, അല്ലെങ്കിൽ ബിദഅത്തു ളലാലത്ത് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? ഖുർആന്, ഹദീസ്, ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബയുടെ നോക്കൂ ചോദ്യ പേപ്പറിലെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കൂ ക്വസ്റ്റ്യൻ പേപ്പറില് തന്നെ സാങ്കേതികമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. എങ്ങനെ? ഖുർആന് എന്നിടത്ത് ഹദീസിന്റെ അവിടെ സുന്നത്ത് നാക്കി കൊടുക്കുക. രണ്ടും സുന്നത്ത് പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും നബിത്തങ്ങളുടെ വാക്ക് പ്രവൃത്തി മോനാനുവാദം ഇതാണ് കേട്ടോ, രണ്ടും സെയിമനാണ്. അപ്പൊ ഇനി അങ്ങനെ സാങ്കേതികമായി എന്നിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അ അഥവാ അനാചാരം എന്ന് പറയുക. അത് കുറ്റകരവും വഴികേടുമാണ്. അപ്പൊ ഈ ബിദഅത്തു ളലാലത്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ബിദഅത്തു ളലാലത്ത് കുറ്റകരവും വഴികേടുമാണ്. ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, ഈ ഹദീസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം കേട്ടോ. കണ്ടോ? പറഞ്ഞു മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം കൂടി പറയാം. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും തള്ളപ്പെടേണ്ടതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇത് നോട്ട് ചെയ്യണം കേട്ടോ മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹദീസാണ്. അതായത് ഇത് പൂരിപ്പിക്കാൻ അധികം പറ്റില്ല, പൂരിപ്പിക്കാനും ഉണ്ടാവാറുണ്ട്, ഇതിന്റെ സാരം അഥവാ ആശയം എഴുതാനും ഉണ്ടാവാറുണ്ട്. മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് മ്യൂട്ട് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇന്നലത്തെ റിമൂവ് ആക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഇവിടെ പറഞ്ഞെന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതായത് നമ്മുടെ ഈ മതകാര്യത്തിൽ, അതായത് പരിശുദ്ധ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാല് ആ കാര്യം തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി പറയാം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ എസ് പറയൂ, എല്ലാവരും എസ് പറയൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, അത് പഠിക്കേണ്ട ഹദീസാണ് കേട്ടോ. ഇനി ഈ ഉസ്താദിൽ അടയാളപ്പെടുത്താത്ത ചില ഭാഗങ്ങളുണ്ട്, അതും ഞാൻ ഉസ്താദ് ചെയ്യാറിയോ? ഇനി ഒരു ഹദീസും കൂടി, ഇതും കൂടി നോട്ട് ചെയ്യാം. ഇതും വന്നിട്ടുണ്ട്, വിൽക്കാനും വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇതിന്റെ അർത്ഥം ഇതാവും. ഇതും കൂടി ഒന്ന് പറയട്ടോ. കാണുന്നുണ്ടല്ലേ? അലൈഹിസ്സലാം പറയുന്നത് നോക്കൂ. അത് ആചാരം ആരെങ്കിലും കൊണ്ടുപോകും, അത് പ്രവർത്തിച്ച ആളുകളുടെ കൂലിയും അവർക്കൊന്നും കുറയാതെ തന്നെ അവർക്ക് കിട്ടുന്ന കൂലി പോലാത്തൊരു കൂലിയും ഇയാൾക്ക് കിട്ടും. മനസ്സിലായോ? അതാണ് ഞാൻ പറയാൻ പോണേ കേട്ടോ. നോക്കൂ, ഉദാഹരണം പറയാം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ, നിങ്ങളെ നാടുകളിലൊക്കെ മജ്‌ലിസ് നൂർ എന്നുള്ള പരിപാടി നടക്കാറുണ്ടോ? മജ്‌ലിസ് നൂർ അയ്യോ അൽഹംദുലില്ലാ, മാഷാഅല്ലാഹ്. അത് ആര് മജ്‌ലിസാണ്? ആരുടെ പേരിലുള്ള മജ്‌ലിസാണെന്ന് അറിയോ? ബദരീങ്ങളുടെ പേരിലുള്ള മജ്‌ലിസാണ് അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച്, ഇത് നമ്മളെ കേരളത്തിൽ ഈ മജ്‌ലിസ് നൂറിന് ഇജാസിയത്ത് നൽകിയത്, സമ്മതം നൽകിയത്, ഒരു അനുവാദം നൽകി ചെല്ലിക്കോളൂ എന്ന് പറഞ്ഞ ഒരാളെ പേരുണ്ട്, പറയാൻ പറ്റുമോ? ആരാ തുടങ്ങി വെച്ചതെന്ന് അറിയോ? അങ്ങനല്ല, അത് ബൈത്തല്ല ഉദ്ദേശിച്ചത്, ഈ മജ്‌ലിസ് ആയിട്ട് ചെല്ലേണ്ടത്, ഇതിൽ ചെല്ലേണ്ട ദിക്റും. പാലക്കാട് ഈ അടുത്ത്
പറഞ്ഞ കുറച്ച് ഏത് ശിഹാബ്ദങ്ങൾ അറിയാം? ഹൈദരി ശിഹാബ്ദങ്ങൾ അല്ലെ. ഇനി ഉസ്താദ് പറഞ്ഞാലോ, ഈ അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാവർക്കും നിങ്ങൾ ചൊല്ലിക്കോളും, ഓരോ മഹലത്ത് ചൊല്ലിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ആരൊക്കെയോ ചൊല്ലുന്നുണ്ടോ? ആ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടില്ലേ? ചെക്കാവുന്നുണ്ടോ? അത് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, ചെക്കുണ്ട് കേൾക്കുന്നുണ്ട്. സാറ് വന്നു, കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയോ, പിന്നെ ഇത് വന്ന് നിങ്ങളെ ഇത് ഓക്കെ. ഇനി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഈ മജ്‌ലിസ് നൂർ തുടങ്ങിയത് ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങളാണ് സമ്മതം കൊടുത്തത്. അപ്പൊ ആരൊക്കെയാണോ ഈ മജ്‌ലിസ് നൂർ ചൊല്ലുന്നത് അവർക്കൊക്കെ കൂലി കിട്ടുമോ ഇല്ലേ? കിട്ടും. ഇത് ഓക്കെ. ഇത് തുടങ്ങാൻ കാരണക്കാരനാരാ? ഹൈദരലി ശിഹാബ്ദങ്ങളല്ലേ നേരത്തെ പറഞ്ഞേ? അപ്പൊ ഈ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന കൂലി അല്ലാഹു തആല കുറക്കാതെ തന്നെ അതുപോലത്തെ കൂലി ആർക്ക് കിട്ടും? അതിന് കാരണക്കാരനായ, അത് തുടങ്ങി വെച്ച തങ്ങൾക്ക് കിട്ടും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ഉദാഹരണം. അതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടോ, ശ്രദ്ധിക്കണേ. മെൻ സന്നഫിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ആചാരം കൊണ്ടുവന്നു. എങ്ങനത്തെ ആചാരം എന്നറിയോ? സുന്നത്തൻ ഹസനത്തൻ, നല്ല ഒരു ആചാരം. എന്നിട്ട് ഫലഹു അജ്റുഹ, എന്നാൽ ആ ആൾക്കുണ്ട് അജ്റുഹ, ആ ആചാരം കൊണ്ടുവന്നാൽ ആ ആചാരം തുടങ്ങി വെച്ച ആൾക്ക് എന്തുണ്ട്? അതിന്റെ കൂലി കിട്ടും. അതുപോലെ അജ്റുമൻ അമില ബിഹാ മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം അത് ആരൊക്കെയാണോ ചെയ്യുന്നത് ആ ആളുകളുടെ കൂലിയും കിട്ടും. എങ്ങനെയാണെന്നറിയോ? മിൻ ഗൈരി അയ്യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ, അവരുടെ കൂലികളിൽ നിന്ന് അവർക്കൊന്നും കുറയാതെ തന്നെ അതുപോലത്തെ കൂലി ആർക്ക് കിട്ടും? ആരാണോ ഇത് തുടങ്ങി വെച്ചത് ആ ആൾക്ക് കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാട്ടോ. ഹദീസ് എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ. മെൻ സന്ന ഫിൽ ഇസ്ലാം, പറഞ്ഞു നോക്കി ഹദീസ് പറഞ്ഞോളൂ. ഇനി ശ്രദ്ധിക്കണേ, ഇതിന്റെ അർത്ഥം പറയാൻ കേട്ടോ. ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ, ഇസ്ലാമിൽ ആരെങ്കിലും നല്ല കാര്യം, നിങ്ങൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവന് അതിന്റെ പ്രതിഫലം ഉണ്ട്. അവന്റെ ശേഷം അത് പ്രവർത്തിച്ചവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തത്തുല്യമായ പ്രതിഫലവും അവനുണ്ട്. അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ എന്തെയോ ഉന്നതമായ മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതും കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഹദീസ് ഏതായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥവും ഒരു സാരം എഴുതുക എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഹദീസാണ് കൂടുതൽ വരാൻ സാധ്യത, പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ.
ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഭാഗം ഇതിന്റെ പകുതിയൊക്കെ ചോദിക്കുള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കട്ടെ. സ്ക്രീൻ ഷെയർ കാണുന്നില്ല? കാണില്ല. ഇല്ല ഇല്ല ആ ഇല്ല സ്ക്രീൻ ഷെയർ ഇല്ല 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 ഒന്നും കാണുന്നില്ല. ഇല്ല ഇല്ല ആ ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ കാണുന്നില്ല. നമ്മളെ ക്ലാസ് ചിലപ്പോ നിങ്ങൾക്ക് ായിട്ട് കാണും. എന്താ പറയാ, അത് റേഞ്ചിന്റെ പ്രോബ്ലം ആയിട്ട് റെഡി ആയിക്കോളട്ടോ. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്, അപ്പൊ മറ്റുള്ള കുട്ടികൾക്കും കൂടി കേൾക്കൂല. പിന്നെ റെക്കോർഡ് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കേൾക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ഈ ഹദീസ് ഒന്നുകൂടി പറയാം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, എല്ലാ പുതിയ കാര്യങ്ങളും തള്ളപ്പെടണമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൽ പെട്ടതല്ലാത്ത, അതായത് ഖുർആന്, സുന്നത്ത്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന, ഇതാണ് ഇസ്ലാമിന്റെ തിയറി. ഇതില് പെട്ടതല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് തള്ളപ്പെടേണ്ടതെന്ന് ഈ നബിവചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഇനി ഇതിൽ ചില ഉദാഹരണങ്ങൾ കൊടുക്കും. ഉദാഹരണം പറയാം, നോക്കൂ. ഖുർആനിൽ നാം കാണുന്ന ഹർക്കത്തും പുള്ളിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളതല്ല. അത് പിൽക്കാലത്തുണ്ടാക്കിയ, അതായത് പിന്നീട് വന്ന കാലത്തുണ്ടാക്കിയ പരിഷ്കരണമാണ്. ഒന്ന്. രണ്ടാമത്തത്, പള്ളികളിൽ കാണുന്ന മിനാരങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിഹ്റാബും, മിഹ്റാബ് ആണ് നിസ്കരിക്കുന്ന സ്ഥലം, അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക, അതൊക്കെ പിൽക്കാലത്ത് നിലവിൽ വന്നതാണ്. നമ്മളെ പള്ളിക്കൊക്കെ ഉണ്ടില്ലേ മിഹ്റാബ് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കൂലേ, അതൊക്കെ ആദ്യ കാലത്തുണ്ടോ? പക്ഷെ അതൊക്കെ ബിദ്അത്തുൻ വലാലത്താണോ ഹസനത്താണോ? അതൊക്കെ ബിദ്അത്തുൻ വലാലല്ല, അതൊക്കെ നല്ല ആചാരമല്ലേ, ഹസനട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ബിദ്അത്ത് വലാലത്ത് ഏതാണ്, ബിദ്അത്ത് ഹസന ഏതാണെന്ന് വേർതിരിക്കാണ്ടാവും ചിലപ്പോൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പഠിച്ചു പോവാന്നല്ല, ഇതൊക്കെ മനസ്സിലാക്കലാണ്. ഓക്കെ. മദ്രസകൾ, ഉദാഹരണം കണ്ടോ, മദ്രസകൾ, യതീംഖാനകൾ മുതലായ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല. എന്നാൽ ഇവയൊന്നും ഖുർആനിനും ഹദീസിനും എതിരല്ലാത്തതിനാൽ തള്ളിക്കളയുന്നില്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത്. കാരണം ഇതിലൊക്കെ എന്തുണ്ട്, നന്മയുണ്ട് അല്ലേ? അപ്പൊ നന്മയായതുകൊണ്ട് ബിദ്അത്തുൻ ഹസനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹദീസാണ്. പിന്നെ ഇനി നോക്കി, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. നിസ്കാരവും ഖുതുബയും ഏത് ഭാഷയിലാണ്? അറബി ഭാഷ. യെസ്, ആ ഭാഷയിൽ നബിയും സഹാബത്തൊക്കെ നിർവഹിച്ചത് നിസ്കാരവും ഖുതുബയൊക്കെ അറബി ഭാഷയിലാണ് അല്ലെ? അപ്പൊ ഇനി മക്കത്തൊക്കെ ഇനിയിപ്പോ ഇംഗ്ലീഷുകാർ വന്നാലും പിന്നെ മലയാളക്കാർ വന്നാലൊക്കെ ഹറമെന്ന് ഏത് ഭാഷയിൽ തന്നെ ഓതുള്ളൂ? അറബി. എന്നാ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലെ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളൊക്കെ ഇല്ലേ, ബുദയത്തിന്റെ ആളുകൾ, അവരൊക്കെ അവരുടെ പള്ളികളിൽ ഏത് ഭാഷയിലാ ഖുതുബ ഓതൽ അറിയോ? ജുമുഅക്ക് മലയാളം. ആ, അപ്പൊ അത് സുന്നത്തും അത് ബിദ്അത്തും വലാലത്താണോ ഹസനത്താണോ? അപ്പൊ മലയാളത്തിൽ ഖുതുബ ഓതൽ ബിദ്അത്തുൽ ഹസനയാണോ, നല്ല ആചാരാണോ? കാരണം ഖുർആനും ഹദീസിനും അത് നബിതങ്ങളുടെ സുന്നത്തിനെതിരായില്ലേ? കാരണം നബിതങ്ങള് സ്വഹാബത്തൊക്കെ മക്കയിൽ നിന്ന് അവരുടെ ഖുതുബ ഓതൽ ഏത് ഭാഷയിലാ? മൈക്കൊന്ന് മ്യൂട്ടാക്കണേ, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ആക്കേണ്ടി വരും കേട്ടോ. ശ്രദ്ധിക്കണം മക്കളെ. അപ്പൊ നമ്മൾ നബിയും സഹാബത്തൊക്കെ അവിടെ ഏത് ഭാഷക്കാരുണ്ടായാലും അവർ ഏത് ഭാഷയിലാ ഖുതുബ ഓതല്? അതാണ് നമ്മള് അങ്ങനത്തെ അറബിയുണ്ടോ? മ്യൂട്ടാക്കണ, റിമൂവ് ആക്കണ, റിമൂവ് ആക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ക്ലാസ് റെക്കോർഡിംഗ് ആണ്.
അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ അനറബി ഭാഷയിൽ ഓതുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ വിദേഹത്ത് മുജാഹിദ് ജമാഅത്ത് പോലാത്ത വിഭാഗം അവർ ഓതുന്നുണ്ടെങ്കിൽ അത് അവ മുബത്തദീകളാണെന്ന് പറയാനുള്ള കാരണം എന്താ മക്കളെ? അനറബിയാണ് അറബി അല്ലാത്ത ഭാഷ. ഏത് ഭാഷയാണ്? മലയാളോ ഇംഗ്ലീഷോ ടർക്കിഷോ ഹിന്ദിയോ ഉറുദുവോ പേർഷ്യൻ അങ്ങനെ ചൈനീസ് എന്തെല്ലാം ഭാഷകളുണ്ട്. അപ്പൊ ഈ കാണുന്ന ഭാഷകളിലൊക്കെ നിസ്കരിച്ച അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതാണ് പറഞ്ഞത്, അത് മറ്റു ഭാഷയിലാക്കൽ വിദഗ്ധാണ്. അപ്പൊ നിസ്കാരവും ഖുതുബയൊക്കെ അറബി ഭാഷയിലാണ് നബിയും സ്വഹാബത്തും നിർവഹിച്ചത്. അത് മറ്റു ഭാഷയിലാക്കൽ വിദഗ്ധാണ്. കണ്ടോ? അത് നമ്മളെ മുബ്തദീങ്ങൾ, നമ്മളെ നാട്ടിലുള്ള മുബ്തദീങ്ങൾ ചെയ്യുന്ന ഒരു വിദഗ്ധാണ്. ഏത്? അനറബി ഭാഷയില് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുക എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു വിധേയത്ത് നോക്കാം. കേവലം 5 കിലോമീറ്റർ ദൂരം വരുന്ന യാത്രയിലും കസ്റാക്കി നിസ്കരിക്കാമെന്ന വാദവും വിധേയത്ത് തന്നെ. പറഞ്ഞു മനസ്സിലായോ? നമ്മളിപ്പോ നിങ്ങൾ ജമ്മു കസ്റൊക്കെ പഠിച്ചില്ലേ ഫിഖ്ഹില്? ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാം. അതിൽ നമ്മൾ 132 അല്ലെങ്കിൽ 133 കിലോമീറ്റർ എങ്കിലും വേണം ജമ്മു കസ്റാക്കി നിസ്കരിക്കണമെങ്കിൽ, അല്ലെ എന്ന് പറഞ്ഞില്ലേ? എന്നാല് നമ്മുടെ നാട്ടിലുള്ള ചില മുപ്പത്തദീങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുപ്പത്തദീങ്ങളെ ആളുകൾ അവർ പറയാറുണ്ട്, അതിപ്പോ 133 കിലോമീറ്റർ ഒന്നും വേണമെന്നില്ല, 5 കിലോമീറ്ററുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോറ് അസറും കൂടി ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതി, രണ്ടിനും കൂടി. അതിനാളിപ്പോ ജമ്മു എന്നറിയാം അല്ലെ? അപ്പൊ കേവലം 5 കിലോമീറ്റർ ദൂരം വരുന്ന യാത്രയിലും കസറാക്കാനെ ചുരുക്കാണ്. കസറ് കാരണം 4 റക്അത്ത് നിസ്കാരത്തിന് 2 ചുരുക്കി നിസ്കരിക്കലാണ് കസറ്. അങ്ങനെ നിസ്കരിക്കാമെന്ന് വാദിക്കുക. അത് വിധേയത്താണ്. ഏത് വിധേയത്ത് തന്നെ? വിധേയത്ത് വലാലത്താണോ വിധേയത്ത് ഹസനത്താണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പൊ നമ്മൾ ഈ പാഠം ഏകദേശം പ്രധാനമായിട്ടൊക്കെ പറഞ്ഞിട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എന്ത് അറിയോ, അടുത്ത പാഠം നോക്കാം. കണ്ടോ? പാഠത്തിന്റെ അടിയിൽ ഒന്ന് വായിച്ചേ. ഓക്കെ, 2 ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ് 2 ലോകങ്ങള്? ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഇഹലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിക്കുന്ന ഈ ലോകം അല്ലെ, ഈ ദുനിയാവ്. നമ്മളിപ്പോ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ? ആ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ലോകത്തിനാണ് ഇഹലോകം എന്ന് പറയുക അല്ലെ? പരലോകം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോയാൽ ഖബർ ജീവിതം കഴിഞ്ഞ് അല്ലാഹു തആല വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കും. അപ്പൊ അവിടെ ഒരു മഹ്ശറാൻ ലോകമുണ്ട്. ആ ലോകത്ത് നമ്മൾ അങ്ങനെ, അതാണ് മഹ്ശറയും സ്വർഗ നരകമൊക്കെ കൂടിയ ഒരു സ്ഥലം. അതിനാണ് നമ്മൾ എന്താ പറയാ, പരലോകം എന്ന് പറയാം അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ലോകം, ഇഹലോകം പരലോകം എന്നിങ്ങനെ 2 ലോകമുണ്ട്. ഇഹലോകം എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. ഈ അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്നൊരു ഹദീസ്, ഇത് പൂരിപ്പിക്കേണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഏതാ ഉണ്ടാവാറുണ്ട് അല്ലെ? അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, അതിന്റെ അർത്ഥം ഇഹലോകത്തേക്കുള്ള ശ്രദ്ധിക്കുക. ഈ ചോദ്യം മക്കളെ ഒരുപാട് രീതിയിൽ ചോദിച്ചു. ചിലപ്പോൾ പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹദീസ് തന്നിട്ട് അതിന്റെ അർത്ഥം എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഹദീസ് പൂരിപ്പിക്കാനും വരാറുണ്ട്. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസില് ചോദ്യം കണ്ട ചോദ്യമാണ് കേട്ടോ. ചോദ്യോത്തരത്തിന്റെ അവിടെ വന്നുകൊണ്ട് പൂരിപ്പിക്കാന്. യെസ്, അതാ പറഞ്ഞത്. അപ്പൊ ഇത് ഒരുപാട് ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. ഇഹലോകം എവിടേക്കുള്ള കൃഷിയിടമാണ്? പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അപ്പൊ ഒരു കൃഷിയിടത്തിൽ കർഷകർ എന്ത് ചെയ്യും? കൃഷി ചെയ്യൂലേ? എന്തിനു വേണ്ടി? അവർക്ക് അതിന്റെ ഫലം കിട്ടാൻ വേണ്ടി അല്ലെ? അതുകൊണ്ട് അപ്പൊ അതേപോലെ നമ്മള് മുഅ്മിനീങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്യണം. നമ്മളേക്ക് തിന്മകൾ കുറക്കുക. കുറച്ച് ആ സ്ഥാനത്തൊക്കെ നന്മ ചെയ്ത് നമ്മൾ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? നല്ല ഉഷാറായിട്ട് പരലോകത്ത് നമുക്ക് ആനന്ദങ്ങൾ അവിടുന്ന് കിട്ടും അല്ലെ? അപ്പൊ അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയില്ലേ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന്, അല്ലാതെ തന്നെ ഒരുപാട് ക്ലാസ് കേട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇടങ്ങാറാണ്. എന്തിനാണ്? ഇതൊരു കൃഷിയാണ് നിങ്ങൾ. എന്തിനു വേണ്ടി? ഈ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടാൻ വേണ്ടി അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും വേണ്ടി. എന്നതുപോലെ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, കഴിവുള്ളവർക്ക് ഹജ്ജ്, അതുപോലെ തന്നെ സ്വതക്കകള്, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക,
നാട്ടിലൊക്കെ എന്താ നന്മകൾ ചെയ്തു കൊടുക്കുക, അയൽവാസികള്, സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്കൊക്കെ ഇങ്ങനെ നന്മകൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മളെ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും, പരലോകത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കും. മനസ്സിലായോ? അവിടെ നമുക്ക് നല്ല ആനന്ദം കിട്ടും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അല്ലെ? അപ്പൊ കാരണം എന്താണ്, ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ നന്മക്കും പ്രതിഫലം ഫുള്ള് ഇവിടുന്ന് കിട്ടുമോ? ഇല്ല. ആ ചില കാര്യങ്ങളൊക്കെ കിട്ടും, ചില കാര്യങ്ങളൊക്കെ കിട്ടും. ഉദാഹരണം പറഞ്ഞാല് സ്വതക്ക ചെയ്ത ആളുകൾക്ക് പക്ഷെ എല്ലാ പരിപൂർണമായ പ്രതിഫലം ഇവിടുന്നല്ല കിട്ടുക. അതുപോലെ തെറ്റ് ചെയ്താലും ശിക്ഷ ഉടനടി ഇവിടെ കിട്ടുമോ? ഇവിടുന്ന് ചിലപ്പോൾ ചെറിയ ശിക്ഷകളൊക്കെ കിട്ടില്ല. ഇവിടുത്തെ എന്നാൽ നരകത്തിൽ ചെന്നാൽ വലിയ വലിയ ശിക്ഷകൾ കിട്ടും. അപ്പൊ മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം, അത് സ്വർഗമാവട്ടെ നരകമാവട്ടെ, എല്ലാം കിട്ടുന്നത് എവിടുന്നാണ്? നൽകപ്പെടുന്നത് എവിടെ വെച്ചാണ്? ഓക്കെ. അപ്പൊ നോക്കൂ, ഇഹലോകം പരലോകം എന്നിങ്ങനെ രണ്ട് ലോകമുണ്ട്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസാണ് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. നാം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ അമലുകൾക്കും അർഹമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ചാണ്. മനസ്സിലായോ? പിന്നെ ചോദ്യം വന്നിട്ടുണ്ട്, നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും എന്താണ്? പരലോക വിശ്വാസമാണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും നിങ്ങളൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ തട്ടമിടാറില്ലേ? ഹിജാബ് ഇടാറില്ലേ? അങ്ങനെ ഇടാത്ത കുട്ടികളെ നിങ്ങൾ കാണാറില്ലേ? എന്നാൽ നമ്മൾ ഇട്ടു പോകണ എന്തിനാണ്? അങ്ങനെ തലയില് ശിരസ്സൊക്കെ മുടികളൊക്കെ മറച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ്? അല്ലെ ഔറത്തൊക്കെ മറച്ചു പോകുന്നത് എന്തിനാണ്? പ്രതിഫലം കിട്ടാൻ. യെസ്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളെ മുത്തനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് അങ്ങനെ പറഞ്ഞു. നമ്മളെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അയച്ച ദൂതനായ മുത്തനബി മുഖേന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന രൂപത്തിലൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇന്ന രൂപത്തിൽ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം, അല്ല വളഞ്ഞ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പും സന്തോഷ വാർത്തയും ഒക്കെ നമുക്ക് അറിയിച്ചു തന്നവരാണ് മുത്തനബി അല്ലെ? അപ്പൊ എന്താണ്, അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്, ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് പരലോകത്ത് നല്ല ഉന്നതമായ സ്ഥാനം കിട്ടും എന്ന് നമുക്ക് മുത്തനബി പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ആ പരലോകത്തുനിന്ന് കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട് അല്ലെ? ഇനി തിന്മയിലൂടെ നടക്കുകയാണെങ്കിലോ, ഒരു ഉദാഹരണം മാത്രം കേട്ടോ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഔറത്തൊക്കെ ഒഴിവാക്കി ആ രൂപത്തിലാണ് നടക്കുന്നതെങ്കിലോ അതിന് ശിക്ഷയും കിട്ടും. അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം കിട്ടും. നിസ്കരിക്കാതെ നടക്കുന്നവർക്കോ അവർക്ക് വലിയ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു അല്ലെ? അപ്പൊ നമുക്ക് പരലോകത്ത് ഇതിനൊക്കെ പ്രതിഫലമോ അല്ലെങ്കിൽ ശിക്ഷയോ ലഭിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അത് ഉണ്ടായത് കൊണ്ടല്ലേ നന്മ ചെയ്യുന്നതും ഈ തിന്മയിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കുന്നതും അല്ലേ? യെസ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടി കേട്ടോ, അത് മനസ്സിലാക്കുക. നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും എന്താണ് എന്ന് ചോദിച്ചാൽ പറയാം. ഓക്കെ, ഒന്നിലധികം ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണേ. ഞാനത് ഗ്രൂപ്പിലൊക്കെ അയച്ചിരുന്നു, നിങ്ങൾ നോട്ട് ചെയ്തിട്ടാൽ മതി. വേണ്ട ആളുകൾ ശ്രദ്ധിക്കാം കേട്ടോ, എല്ലാവരും എഴുതിയേക്കണം കേട്ടോ. ചുരുങ്ങിയത് നിങ്ങളെ അണ്ടർലൈൻ ചെയ്യണം, പെൻസിൽ കൊണ്ട്, പേന കൊണ്ടല്ല, പെൻസിൽ കൊണ്ട്. ഓക്കെ, ഇനി അതിങ്ങനെ പെട്ടെന്ന് വായിച്ചു പോട്ടാ. ഒരു നാൾ ഈ ലോകം നശിക്കും, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി അള്ളാഹു മാറ്റും, സർവ്വജീവികളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും ചെയ്ത നന്മയും തിന്മയും അതെത്ര ചെറുതായാലും അവിടുന്ന് കാണിക്കപ്പെടും, അർഹമായ പ്രതിഫലവും ലഭിക്കും. സൽക്കർമ്മികളായ സത്യവിശ്വാസികൾക്ക് അള്ളാഹു എന്താ നൽകുക? സൽക്കർമ്മികൾ എന്താണ്? സൽക്കർമ്മികളായ സത്യവിശ്വാസികൾ എന്താണ്? സൽക്കർമ്മികളായ നന്മ ചെയ്യുന്ന ആളുകൾ അല്ലെ? സൽക്കർമ്മികളായ എന്താണ്? സൽക്കർമ്മികളെ പറഞ്ഞാല് നന്മ ചെയ്യുന്ന ആളുകള്. അപ്പൊ പിന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കോ അല്ലാത്തവർക്ക് എന്താ കിട്ടുക? സ്വർഗാവകാശികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
ഇനി ഈ പാഠത്തിൽ ചോദിക്കാൻ ഈ ലോകം അവസാനിക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക, ഈ ലോകം അവസാനിക്കുന്ന ദിവസം എന്നാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഖിയാമത്തിന്റെ ചെറിയ അടയാളങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ഇപ്പുറത്തെ പേജിൽ വലിയ അടയാളങ്ങളും പറയുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇതിൽ ചെറിയ അടയാളങ്ങൾ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. വളരെ ഇത് വേർതിരിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ അടയാളങ്ങൾ ഏതാണ്, ചിലപ്പോൾ വലിയ അടയാളങ്ങൾ ഏതൊക്കെ ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. പിന്നെ നിങ്ങളൊന്ന് ഓരോന്ന് പറഞ്ഞു നോക്കിയേ. ചെറിയ അടയാളങ്ങൾ ഏതൊക്കെയാ? ഖിയാമത്തുള്ള ഇവ ഇതിൽ പെട്ടതാണ്. ഇനി ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിക്കട്ടോ. അതായത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ വലിയ അടയാളങ്ങൾ വരുന്നുണ്ട് അടുത്ത പാഠത്തിൽ, അല്ലെ ഈ പാഠത്തിന്റെ അപ്പുറത്തെ പേജിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് അങ്ങനെ ബേജാറൊന്നും വേണ്ട. നമുക്ക് ഇത് മനസ്സിലാക്കി വെച്ചാൽ ഈ പോയിന്റുകളൊക്കെ മനസ്സിലുണ്ടായാൽ മതി. എന്തൊക്കെയാണ് ചെറിയ അടയാളങ്ങൾ, ഇതൊക്കെ നമ്മള് ഇതിൽ ഒരുപാടുണ്ട്. ഉദാഹരണം മദ്യപാനം അധികരിക്കുക, മദ്യം മയക്കുമരുന്നത്തിന് ഒരുപാട് നിങ്ങൾ ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യണ്ട, ചെയ്തിട്ടാ. അപ്പൊ നമ്മളെ ഈ മറ്റുള്ളവർക്ക് ഇത് കാണൂല. നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ വോയിസ് ഒന്ന് മ്യൂട്ട് ആക്കിയാൽ മതി. അപ്പൊ ശരിയായിക്കോട്ടോ. ഓക്കെ, ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കണേ. ഇതില് സ്ക്രീൻ ഷെയർ സ്റ്റാൻഡ് ആക്കി. ഇപ്പൊ കാണില്ലേ? ചെറുതായി കാണുന്നത്. വേറെ ആരും ഷെയർ ചെയ്യണ്ടോ? ആ, അതാരാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആളാരാണ്? നൗഷാദ്. അങ്ങനത്തെ ആളുകൾ റിമൂവ് ആക്കി പിന്നെ കയറാൻ പറ്റൂട്ടോ. നൗഷാദ് എന്ന പേരല്ലേ? എവിടെയാണ് കാണുന്നില്ല. ഇപ്പോഴും സ്ക്രീൻ ഷെയർ ഉണ്ടോ അവരെ? ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ഉണ്ട്. ഉസ്താദിന്റെ സാധാ യെസ്, അതാണ് ഇതിന്റെ പ്രശ്നം. അതിൽ ആരെങ്കിലും ഒക്കെ കളിക്കുണ്ടാവും ചിലപ്പോ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കാണുന്നുണ്ടോ? ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആളത് ഇപ്പോൾ കാണുന്നുണ്ടോ ആരെങ്കിലും? ആരാണ് നൗഷാദ് കേൾക്കുന്നുണ്ടാവോ? അവരൊന്ന് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യൂ. ഇതിലെങ്ങനെ മൊബൈൽ ആയതുകൊണ്ട്. ഈ നൗഷാദാ? ഞാൻ നൗഷാദിനെ ഇതാക്കണം. ഇപ്പൊ പോയാ? അവിടെ കളഞ്ഞ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മള് ഓക്കെ, ഇനി വരുമ്പോ നോക്കാം. ഓക്കെ, ഇതിപ്പോ കാണണ്ടോ? ഇപ്പൊ കാണുന്നില്ല? ഓക്കെ, ഇനി കുറഞ്ഞ സമയം 5 മിനിറ്റ് നമുക്ക് ഞാൻ തീർക്കണം. നോക്കണേ, ഒന്നുകൂടി പറയട്ടോ. ഉലമാക്കൾ മരിച്ചു പോവുക, വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊള്ള, കൊല, പള്ളികളിൽ കയറുക, പള്ളികളിൽ ശബ്ദമുയരുക, അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽക്കുക, മുൻഗാമികൾ പിൻഗാമികളെ ശപിക്കുക, ഉമ്മയെ വെറുക്കുക, പിതാവിനെ അതിന്റെ ചങ്ങാതിമാരെ മുൻഗാമികൾ പിൻഗാമികളെ ശപിക്കുക, ഉമ്മയെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ എടുപ്പിക്കുക. ഇവ അതിൽപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ എന്താ ഇപ്പൊ ആളുകൾ പരസ്പരം കൊല്ലുന്നില്ലേ? കൊലപാതകം. ഇപ്പൊ നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്നു ഒരു മകൻ ഉമ്മയെ കൊന്ന കഥ.
അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പരസ്പരം കുട്ടികളോ വലിയ ആളുകൾ ചെറുകളൊക്കെ പല നിലയിലും കൊലപാതകം അധികരിച്ചു. അതുപോലെ മദ്യപാനം മയക്കുമരുന്ന് എന്നൊക്കെ അധികം വ്യാപകമില്ലേ. അതേപോലെ പലിശ, പിന്നെ ഓരോ കളികളില്ലേ, പൈസ കളിക്കുന്ന കളികളൊക്കെ ഇല്ലേ, ചൂതാട്ടം, ചീട്ടുകളി എന്നൊക്കെ പറയും നമ്മള്. അതുപോലെ ചൂഷണങ്ങൾ, അതുപോലെ വ്യഭിചാരം, കണ്ണുകളെ കൊണ്ടുള്ള ഹറാമ്, കണ്ണുകളെ കൊണ്ട് മലാതെയൊക്കെയുള്ള വ്യഭിചാരം, മദ്യപാനം, നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ കൊള്ളാന്നാല് മോഷണം ചെയ്യാം. അതുപോലെ അറിവില്ലായ്മ, അധികം ആൾക്കാരും അറിവില്ലായ്മ, വായനയും അതുപോലെ തന്നെ അതൊക്കെ അധികരിക്കുക. അതുപോലെ പള്ളികളിൽ ശബ്ദം നമ്മൾ കാണാറുണ്ടല്ലേ, പള്ളികളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് തന്നെ ഒച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ദുന്യവിയ കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് സംസാരിക്കുക. അതുപോലെ അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാല് നേതാവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മോശം ആൾക്കാരായിരിക്കും, ഭരണാധികാരികളും മോശമാകുക, അല്ലെങ്കിൽ നേതാക്കന്മാർ മോശമാകുക. അതുപോലെ മുൻഗാമികളെ പിൻഗാമികൾ ശപിക്കുക. അവർ ചെയ്തതൊക്കെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർ ചെയ്തതൊന്നും ശരിയായില്ല എന്നൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മുൻകഴിഞ്ഞു പോയ പൂർവ്വ ആളുകളെ, നമ്മൾ പിതാക്കന്മാരൊക്കെ നമ്മൾ അവർ ചെയ്തതിനൊക്കെ നമ്മൾ തള്ളി പറയാ, അവരിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഉമ്മയെ വെറുപ്പിക്കുന്ന മക്കൾ കൂടിയില്ലേ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളേക്കുന്ന ഇത് സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉമ്മയെ വെറുപ്പിക്കുക എന്നുള്ളത് ഗ്യാമെന്നുള്ള അടയാളമാണ്. അതുപോലെ ചങ്ങാതിമാരും പിതാവ് ഉണ്ടെങ്കിൽ പിതാവിനെ മെയിൻ്റെ ചെയ്യാതെ എന്ത് ചെയ്യുക, ചങ്ങാതിമാരെ കൂടെ യാത്ര ചെയ്യുക, അവരെ അകറ്റി നിർത്തുക. കണ്ടോ, ഇതാണ് പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇതൊക്കെ എന്താണ് ചെറിയ ചെറിയ അടയാളങ്ങൾ, ഇതൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങളാണ്. എന്താ പറഞ്ഞേ, നമ്മളെ സമയപ്പ് കഴിയല്ലോ. ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരാളെ മുതലെടുക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങളിപ്പോ കുട്ടികളല്ലേ, ഇപ്പൊ നിങ്ങളെ ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ നിങ്ങള് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുണ്ടോ, ഇപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളെന്ന് കൂട്ടിക്കോ, മുതിർന്ന സുഹൃത്തുക്കൾ നിങ്ങളെ സുഹൃത്താക്കി, അങ്ങനെ അവര് നല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് കണ്ടിട്ടുള്ളൂ നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരു ദിവസം നിങ്ങളോട് പറയണത് ഇവരിപ്പോ പറഞ്ഞാൽ കേൾക്കും എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാല്, എന്തെങ്കിലും ഉദാഹരണം പറയട്ടെ, നിങ്ങളോട് പറയണത്, നിങ്ങൾക്ക് ഞാൻ മോനെ നിനക്ക് ഞാനും മകളെ നിനക്ക് ഞാനൊരു 10 രൂപ തരാം, അല്ലെങ്കിൽ 100 രൂപ തരാം, ഞാൻ എനിക്ക് തരുന്ന ഈ ഒരു പൊതില്ലേ, നീ ഒന്ന് ആ കടയിൽ കൊണ്ടെടുക്കുവോ, അല്ലെങ്കിൽ ആ കാക്കാക്ക് കൊണ്ടെടുക്കുവോ എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, വിശ്വസിച്ചേണ്ട, ഒന്നും നോക്കാതെ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ കാക്കാന്റെ കൊണ്ടെടുക്കും. കുറഞ്ഞ സമയം കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ വരും, പെട്ടെന്ന് നമ്മൾ പിടിക്കും. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ അതിനെ ചെറിയ ശിക്ഷയൊക്കെ നൽകി നമ്മൾ വിടും. പക്ഷെ അത് എന്തേക്കാരം, ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന സാധനം എന്തേക്കാരം, നിങ്ങൾ പറഞ്ഞാൽ എന്തേക്കാരം, ചൂഷണം, കഞ്ചാവോ, ഒരു ഉദാഹരണം പറയട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്ന് നമ്മളെ അപ്പൊ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, അവരെ ആ വലയിൽ കൊടുക്കും. അതൊരു ചൂഷനാണ്, മനസ്സിലായോ? നിങ്ങൾ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, നിങ്ങളിപ്പോ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് പൈസയൊക്കെ ആവശ്യം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, പൈസക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാം എന്നവർ മനസ്സിലാക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൂഷണത്തിന്റെ ഉദാഹരണം കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി അവസാനിപ്പിക്കാം. 6 മണി ആകാനായിട്ടുണ്ട്. നോക്കൂ, എന്റെ വിശ്വാസം പറയും. ഓക്കെ, എന്നാലും നമുക്കിത് പറയണം കേട്ടോ, പറഞ്ഞു കേട്ടോ പോയാൽ മതി. തിരക്കുള്ളവർക്ക് ഇത് പാടെ ഫുള്ളാക്കാം. തിരക്കുള്ളവർക്ക് ലെഫ്റ്റ് അടിച്ചു പോകാം. ഇമാം മഹദി വലിയ വലിയ അടയാളങ്ങൾ എന്താ പറയുക, അതൊന്നും ഇപ്പൊ ഉണ്ടാവാത്താണ്. ഇതൊക്കെ നമ്മൾ ഖിയാമത്ത് നാൾ അടുത്ത് വരുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ചിലപ്പോൾ വേർതിരിക്കാണ്ടാവും. ചെറിയ അടയാളങ്ങൾ ഏതൊക്കെ, വലിയ ഖിയാമത്ത് നാൾ അടുത്തുണ്ടാകുന്ന അടയാളങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഖിയാമത്ത് നാളോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണിത്. 1 ഇമാം മഹദി പ്രത്യക്ഷപ്പെടൽ, 2 ദജ്ജാൽ പുറപ്പെടൽ, 3 ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരൽ, 4 ഇറങ്ങി വന്ന ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലൽ, യഅജൂജ് മഅജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർദ് എന്ന അത്ഭുതമൃഗം വരൽ, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ, മശ്രിഖ് മഗ്രിബിന്റെ ഇടനിറക്കുന്ന ഒരു പുക ഉണ്ടാവുക. ഈ പുക 40 ദിവസം നീണ്ടു നിൽക്കും. അന്ന് മുഅ്മിനുകൾ ജലദോഷം പിടിപെട്ടവരെ പോലെയും കാഫിറുകൾ മത്ത് പിടിപെട്ടവരെ പോലെയും ആവും. ഇവയെല്ലാം ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പാഠം നമ്മള് വിചാരിച്ചതുപോലെ പാഠം നീങ്ങുന്നില്ല, കുറച്ച് വിശദീകരിക്കാനുള്ളതുകൊണ്ടാണ് സമയം പോയത് കേട്ടോ. സോറി. ഏതായാലും നമുക്ക് നമ്മളെ നന്മക്ക് വേണ്ടിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ ഇന്ന് ചോദ്യപേപ്പർ ചർച്ച ചെയ്യാൻ വിചാരിച്ചാണ്, ഏതായാലും നടന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഒരൊറ്റ പാഠം എടുക്കാണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ ഈ 2 അടയാളങ്ങൾ മനസ്സിലായില്ലേ മക്കളെ? ഖിയാമത്ത് വളരെ അടുത്തുള്ള അടയാളങ്ങളാണ് ഈ പറഞ്ഞ കേട്ടോ. ഇതൊക്കെ വലിയ വലിയ അടയാളങ്ങളാണ്. മനസ്സിലാക്കി നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലേ. ഇമാം മഹദി ഇറങ്ങി വരാ, ദജ്ജാൽ പുറപ്പെടാന്ന് ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈസാ നബി സ്വലം ഇറങ്ങിയെന്നോ? ഇല്ല. ഈസാ നബി സ്വലാം ഇറങ്ങി എന്താ ചെയ്യാ, ഈ ദജ്ജാലിനെ കൊല്ലും.
അതുപോലെ യേജൂജ് മാജൂജ് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഉസ്താദ്മാർ വിശദീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഉസ്താദ് വിശദീകരിക്കണില്ല, നമ്മൾ പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു പോട്ടോ. പിന്നെ യേജൂജ് മാജൂജ് പറഞ്ഞ 2 വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അവരെന്ത് ചെയ്യുമെന്നാണ് ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു ജീവിയാണ് ദാബത്തുള്ളത്, അത് അത്ഭുത മൃഗമാണ്. അതുപോലെ സൂര്യൻ ഇപ്പൊ ഇവിടുന്ന് ഉദിക്കലേക്ക് കേൾക്കുന്നല്ലേ, അത് ഇനി എവിടുന്ന് ഉദിക്കും? പടിഞ്ഞാറ്. പിന്നെ യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. മശരിക്ക് മഗരിബിന്റെ ഇട നടക്കുന്ന ഒരു പുക ഉണ്ടാവും, അതായത് ഭൂമി മൊത്തത്തിൽ പുകയക്കരം. അന്ന് അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പറഞ്ഞ് 40 ദിവസം. ജലദോഷം പിടിപെട്ടവരെ പോലെയും കാഫറുകള് മത്ത് പിടിപെട്ടവരെ പോലെയും ആവും. ഇവയെല്ലാം ഖിയാമത്ത് നാൾ വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ്. ഇനി മക്കളെ ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്താൻ പോവാണ്. നാളെ ഇൻഷാ അല്ലാഹ് റിദ്ദത്ത് എന്നുള്ള പാഠം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ പാഠം കഴിയും. അപ്പൊ നാളെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് നോട്ടും പേനയും ഉണ്ടാവണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിലേക്ക് നാളെ ഉണ്ടാവുക. അതോടുകൂടെ നമുക്ക് അക്കീദ നാളത്തോട് കൂടെ അവസാനിപ്പിക്കാം. ഫിഖ്ഹനല്ലേ നമുക്ക് ചർച്ച ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് ലിസാനും എടുക്കാം കേട്ടോ. ചോദ്യപേപ്പർ പിന്നെ സമയത്തിനനുസരിച്ചൊക്കെ ചോദ്യപേപ്പർ നമുക്ക് ചർച്ചയും ചെയ്യാം. എങ്ങനെ ഫീക്ക് കഴിഞ്ഞിട്ട് ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടും പേനും ഇതൊക്കെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള രൂപത്തിൽ വരട്ടോ. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം കേട്ടോ. 4 പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? സ്വലാത്ത് അല്ലല്ലോ.